നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വായിനെ അറിയാതെ വന്നതൊന്നും അല്ല. ചെറിയമ്മ നോക്കിക്കോ. ഈ രണ്ടാളെയും ചേർത്ത് പിടിച്ചുള്ള പോക്ക് എന്തോ നാശത്തിലേക്കുള്ളതാ. ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരും. അപ്പം മോളിൽ നിന്നുണ്ടാക്കണേ. ഉണ്ടാക്കാൻ ചെറിയമ്മേ. എന്തായാലും ഇത്ര വിശേഷപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന വിധം നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇതെങ്ങനെയാ മോളെ ഉണ്ടാക്കുന്നേ? ഒന്ന് പറഞ്ഞേ. അത് മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലടോ. അടുപ്പില് തീ കൂട്ടുന്ന മുതലുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ഈ എന്തൊക്കെ ചേർക്കണം, അതിന്റെ അളവ് എത്ര, അതൊക്കെ പറഞ്ഞാ മതി. നീ എന്താണീ കരുതി? ഈ വീട്ടിലുള്ളവരെല്ലാം കണ്ണുപൊട്ടന്മാരാണെന്ന്. അടുക്കളയിൽ രാധിക പാചകം ചെയ്യുന്നതും നീ വീഡിയോ കണ്ടിരിക്കുന്നതും പലതവണ ഞാൻ കണ്ടതാ. പക്ഷേ ഞാനും പത്മിനി അകത്തേക്ക് വന്നപ്പോ നേരെ മറിച്ചാണെന്ന് നീ തെളിയിച്ചു. അതുകൊണ്ടെന്താ നിനക്കുള്ള നേട്ടം? രാധിക ചെയ്യുന്നത് നോക്കി വല്ലതും പഠിക്കാൻ ശ്രമിച്ചുകൂടായിരുന്നോ? ഇപ്പൊ മനസ്സിലായി എന്താ താൻ പറഞ്ഞു എന്ന പാരമ്പര്യമെന്ന്. പോയി ആഹാരം പാചകം ചെയ്യുന്നതിലും അഴിമതി മോഷണമൊക്കെ ആയി. ശരി, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്കൊന്നും അറിയത്തുമില്ല. എല്ലാരും ചേച്ചിയെ പോഴ്ത്തിക്കോ. ചേച്ചി സന്തോഷിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. മോളെ പ്രിയേ, അമ്മേ വെറുതെ അവളെ വേദനിപ്പിക്കണ്ടായിരുന്നു. ഇതിപ്പോ അർഹതയില്ലാത്ത വേദന ചോദിച്ചു വാങ്ങിയതല്ലേ? എല്ലാ പ്രശംസയും ഇവളൊരാൾക്കാ. അടുക്കളയുടെ കാര്യമായാലും കുടുംബത്തിന്റെയും ഗൃഹത്തിന്റെയും കാര്യമായാലും ഐശ്വര്യം തന്നെയാ രാധിക മോള്. ഇതെന്താ ചെറിയമ്മേ അമ്പലത്തിലെ കാര്യമൊക്കെ പറയുന്നത്? എനിക്കറിഞ്ഞൂടാ. പ്രിയങ്കയുടെ മുത്തശ്ശിക്ക് എന്തോ നേർച്ചയുണ്ടെന്നോ വരുണും പ്രിയങ്കയും കൂടി പോയി ചെയ്യണോന്നൊക്കെ പറയുന്നത് കേട്ടു. വരൂ. നിങ്ങൾ 3 പേരും കൂടി പോകുന്നല്ലേ പറഞ്ഞേ? രാധിക മോൾ എവിടെ? ഞാൻ റെഡി അമ്മേ. പ്രിയങ്കേ, നിങ്ങൾ മുരുകന്റെ ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത്? അല്ല അല്ല, മുരുകന്റെ ഇരുവശത്തും വള്ളിയും ദേവയാനി നിൽക്കുന്ന കണ്ടോണ്ട് ചോദിച്ചതാ. കൽപ്പനെ, എന്താ ഇത്? അയ്യോ അമ്മ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അവരൊരു നല്ല കാര്യത്തിന് പോവല്ലേ? ഈ സമയത്താണോ മുന വച്ചൊരു സംസാരം? അതൊന്നും വേണ്ട. സ്വന്തം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തമാശ പറയൂ. നിങ്ങൾ പോയിട്ട് വാ മക്കളെ. പേടിക്കണ്ട, എനിക്കൊരൊറ്റ പത്നിയേ ഉള്ളൂ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ വായിനെ അറിയാതെ വന്നതൊന്നും അല്ല. ചെറിയമ്മ നോക്കിക്കോ. ഈ രണ്ടാളെയും ചേർത്ത് പിടിച്ചുള്ള പോക്ക് എന്തോ നാശത്തിലേക്കുള്ളതാ. ജോത്സ്യർ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ല. ഇത് ദക്ഷിണയായി സ്വീകരിച്ച് ഈ കർമ്മം നടത്തിത്തരണം. അറിയാലോ, അല്ലെങ്കിൽ ആ കുട്ടികളെ ബാധിച്ചിരിക്കുന്ന പാപം അവസാനിക്കില്ല. അത് സത്യമാണ്.
അല്ല, കുട്ടികൾ നല്ല മനസ്സോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമല്ലോ അല്ലേ? അതൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചോളാം. എങ്കിൽ ഞാൻ താലി പൂജിച്ചെടുക്കാം. അവര് വരട്ടെ. ഈ ക്ഷേത്രത്തിന് എന്താ ഇത്ര പ്രത്യേകത? കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. വലിയ ശക്തിയുള്ള ക്ഷേത്രമാണെന്നാ മുത്തശ്ശി പറഞ്ഞു. വാ, വാ പോവാം. മുത്തശ്ശി, വാ മോളെ. മുത്തശ്ശി, എടോ, മുത്തശ്ശി നിർബന്ധിച്ചപ്പോ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാൻ തയ്യാറായത് എന്താണെന്നറിയോ? ഇപ്പൊ ഏത് ദൈവങ്ങളുടെ മുമ്പിൽ തൊഴാനും എനിക്കിഷ്ടമാണ്. തന്നെ എനിക്ക് സ്വന്തമായിട്ട് തരണമെന്ന് പ്രാർത്ഥിക്കാം. വാ മോനെ. ആ. എന്തായാലും മുത്തശ്ശിയുടെ വാക്കുമോ പാലിച്ചല്ലോ. ഞാൻ ഒരാളുടെ ആഗ്രഹങ്ങൾക്ക് എതിരൊന്നും അല്ല മുത്തശ്ശി. പക്ഷേ എന്റെ ആഗ്രഹങ്ങൾ ചിലർക്ക് മനസ്സാവുന്നില്ല. അതാണ് പ്രശ്നം. മക്കള് തൊഴുത് പ്രദക്ഷിണം വെച്ചിട്ട് വാ. മോള് തൊഴു. എന്താ സൂക്ഷിച്ച് നടക്ക്, പരിചയമില്ലാത്തിടവല്ലേ. ഇങ്ങോട്ട് വാ. വരുണും പ്രിയങ്കയും മുത്തശ്ശിക്ക് വേണ്ടി ഒരു ചടങ്ങ് ചെയ്യാനുണ്ട്. അതെന്താ? തിരുമേനി വരട്ടെ. അദ്ദേഹം പറയുന്നത് എന്റെ മക്കൾ അനുസരിച്ചാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.